അപ്പോൾ വെൽക്കം ബാക്ക് ടു ബാബ്സ് മോട്ടോർ സ്പോർട്സ്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇവനെ നിങ്ങൾ ആരും എൻ്റെ ഗ്യാരേജിലോ അല്ലെങ്കിൽ എൻ്റെ പോസ്റ്റുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊന്നും കണ്ടു കാണൂല. കാരണം വേറെ ഒന്നുമില്ല, ലാസ്റ്റ് ഞങ്ങൾ ഒരു കോയമ്പത്തൂർ ഒരു ഓട്ടോ ഷോയ്ക്ക് പോയായിരുന്നു. അപ്പോൾ ഓട്ടോ ഷോയ്ക്ക് പോയി അവിടെ വെച്ച് ഇവൻ്റെ എൻജിൻ ഖതം ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് വണ്ടി ഇറക്കിയപ്പോൾ തൊട്ട് ഇതിൻ്റെ എൻജിനിൽ ചെറിയ നോക്കായിട്ടുള്ള ഒരു നോയ്സ് ഉണ്ടായി. അപ്പം നമ്മളിത് മാക്സിമം ഓടട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഈ എൻജിൻ ആക്ച്വലി എനിക്കൊരു പണ്ടൊരു 540 ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചാണ്. അപ്പോൾ അതിനകത്ത് കയറ്റിയിരുന്ന SE+ൻ്റെ Z+, അതായത് സ്കോർപ്പിയുടെ എഞ്ചിനാണ്. ആ എഞ്ചിൻ അങ്ങനെ ഡയറക്റ്റ് കയറ്റിനകത്തേക്ക് വെച്ചിട്ടുണ്ടായുള്ളൂ, റീഫർബിഷ് ചെയ്തിട്ടുണ്ടായില്ല. അന്ന് കുറച്ച് ചില്ലറ ചെറിയ പണികൾ ചെയ്ത് കയറ്റി വെച്ചാണ് പണ്ട്. അതിനുശേഷം കുറേ വർഷങ്ങൾ വെറുതെ ഇരുന്ന് പിന്നെ ഇങ്ങനൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ ഈ വണ്ടിയിലേക്ക് ഞാനത് എഞ്ചിൻ ഡോണറായിട്ട് കൊടുക്കുകയത്. അപ്പോൾ ബേസിക്കലി അപ്പോൾ അത് കഴിഞ്ഞ് ഇത് കൊണ്ട് കുറേ ഓട്ടോ ഷോയൊക്കെ പോയി, ഏതൊക്കെ പരിപാടികൾക്ക് പോയി ഒന്നും ഓർമ്മയില്ല. ഈ പറഞ്ഞ പോലെ കുറേ മെണച്ചിലൊക്കെ നടത്തി, അങ്ങോട്ട് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക, റിയർ സ്റ്റിയറിംഗ് കട്ട് ചെയ്യുക, ആ പരിപാടി ഈ പരിപാടി. അപ്പോൾ ഈ എഞ്ചിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന മാക്സിമം പവർ തന്നു. അങ്ങനെ അവൻ്റെ ഹൃദയമെടുപ്പ് നിന്ന് ലാസ്റ്റ് കോയമ്പത്തൂർ വെച്ച് വണ്ടി എഞ്ചിൻ അങ്ങ് സ്റ്റക്കായി നിന്നു. അന്നേരം പിന്നെ ഒന്നും നോക്കിയൊന്നുമില്ല. ആ സമയത്ത് പിന്നെ വണ്ടി ഒരു വിധത്തിൽ തള്ളി വലിച്ച് വിഞ്ചിൽ വലിച്ച് വണ്ടിയുടെ മുകളിൽ കയറ്റി നാട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി വെറുതെ ഷെഡിലിട്ടു. പിന്നെ ഇത് എഞ്ചിൻ പോയിന്ന് മനസ്സിലായി. അപ്പോൾ എഞ്ചിൻ പണിയാനായിട്ട് നമ്മുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഞങ്ങൾ കുന്താലിന്ന് വിളിക്കും, അപ്പോൾ റഫീഖ, അപ്പോൾ പുള്ളി വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ മൂവാറ്റുള്ള ഗ്രാൻഡ് എഞ്ചിനീയറിംഗ് റീബിൽഡേഴ്സ്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇതിന് മുന്നേ ഒരു ടാറ്റ എസ്റ്റേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഒരു ടാറ്റ സിയറ, അങ്ങനെയുള്ള പഴയ വണ്ടികളുടെ കുറേ എഞ്ചിൻസും, അതായത് ആരും എടുക്കില്ലാത്ത കുറേ പ്രൊജക്റ്റുകൾ, കുറേ എഞ്ചിൻ വർക്ക് മാത്രം ചെയ്യുന്ന വർക്ക്ഷോപ്പ്. അപ്പോൾ ആരും എടുക്കാത്ത കുറേ എഞ്ചിൻ വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ ചെയ്യും. കാരണം എന്ത് വള്ളിയുണ്ടെങ്കിലും പിടിക്കുന്ന ഗാരേജാണ്, എഞ്ചിൻ മാത്രമായിട്ട് റീബിൽഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ചെയ്യാം. കാരണം ഞങ്ങൾ മെക്കാനിക്കൽ വർക്ക് ചെയ്യില്ല, അപ്പോൾ പുറത്ത് കൊടുത്ത് എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നേരെ ഗ്രാൻഡി കൊണ്ടുവന്ന് മോറ്റ ഗ്രാൻഡി കൊണ്ടുവന്ന് അഴിച്ചു നോക്കിയപ്പോഴാണ് കണ്ടത് എഞ്ചിൻ്റെ ബ്ലോക്ക് പൊട്ടി, അത് പൊട്ടി ഇത് പൊട്ടി. ആ ചേട്ടൻ വന്നേ. അപ്പോൾ ചേട്ടൻ്റെ പേര് അഭിനോയ്. അപ്പോൾ ബിനോയ് എഞ്ചിൻ റീബിൽഡേഴ്സിൻ്റെ മെയിൻ ആശാൻ, മുതലാളി കം ആശാൻ. അപ്പോൾ പുള്ളി നമ്മുടെ വണ്ടിയുടെ ഈ എഞ്ചിൻ എന്നാ പറ്റിയെന്നുള്ളത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ എന്താ അവസ്ഥ എന്നുള്ളതും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിലവിൽ എഞ്ചിൻ വന്നപ്പോൾ നമ്മുടെ അടുത്ത് എഞ്ചിൻ സ്റ്റെക്കായിട്ട് തന്നെയാണ് വന്നത്. എഞ്ചിൻ സ്റ്റെക്കായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാങ്ക് കണക്റ്റാട് പൊളിഞ്ഞ് ബ്ലോക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് മൊത്തം പൊളിച്ചു അത് വെച്ച് നമ്മൾ ബ്ലോക്കും മാറി, ക്രാങ്ക് സ്ലീവ് സാധനങ്ങളെല്ലാം മാറി, ഹെഡൊക്കെ വർക്ക് ചെയ്ത് കയറ്റിയേക്കുവാണ്. ശരിക്കും പറഞ്ഞ ഈ എഞ്ചിൻ കൊണ്ടുവരുമ്പോൾ ഒരു ചെറിയ റീസ്റ്റോർഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതെ, നേരത്തെ അതുകൊണ്ടാണ് ഇപ്പൊ പൊളിഞ്ഞത്. പക്ഷെ രണ്ടാമത് ഇപ്പൊ നമ്മൾ റീസ്റ്റോർ ചെയ്ത ക്രാങ്ക് സാധനങ്ങളെല്ലാം മാറി, ബ്ലോക്കിന്റെ സാധനങ്ങളെല്ലാം മാറി, സ്ലീവ് പിസ്റ്റൺ എല്ലാം റെഡിയാക്കി, ഹെഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫുൾ എഞ്ചിൻ റീബിൽഡ് ചെയ്തു. മനസ്സിലായി. അപ്പൊ അന്ന് നോയ്സ് കേട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും എന്തിന്റെ ആയിരുന്നു? ഞാൻ ചിലപ്പോ ക്രാങ്കിന്റെ ബയറിംഗ് പോയി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. മനസ്സിലായി. അപ്പൊ അത് ഇട്ടിട്ട് ഞങ്ങൾ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം. വീണ്ടും എഞ്ചിൻ ലോഡ് വന്നപ്പോ എഞ്ചിൻ താങ്ങാൻ പറ്റാണ്ട് വന്നപ്പോ സൈഡ് പള്ള പൊളിച്ചു പൊട്ടിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇവര് 2 ആഴ്ച കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് പറയാം. അപ്പൊ ഏറ്റവും ഇതിനകത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിൻ കൊടുത്ത് ഒരു എഞ്ചിനെ 2 ആഴ്ച കൊണ്ട്, അതൊരു 14 അല്ലെങ്കിൽ 15 ദിവസം ഒക്കെ എടുത്ത് പെട്ടെന്ന് എത്ര ഫാസ്റ്റ് ആയിട്ട് റീബിൽഡ് ചെയ്ത് തരുന്ന ഒരു രീതി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ വിചാരിച്ചു വണ്ടി ചിലപ്പോൾ ഇവിടെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മാസമാവും, ചിലപ്പോൾ 2 മാസമാവും. കാരണം എഞ്ചിൻ റീബിൽഡ് ചെയ്യണതൊക്കെ ഇവർക്ക് ഒത്തിരി വർക്കുകൾ വേറെ ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇവർ എല്ലാ വർക്കും ഒരേപോലെ നോക്കി ഫാസ്റ്റായിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് സാധനം സെറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ അടിപൊളിയാണ്. കാരണം ഇവരുടെ ഇതിൻ്റെ ഈ വർക്ക്ഷോപ്പിൻ്റെ ആകെ കാണിച്ചു തരാം. ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള മെഷീനറിയും ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇത് ഇവിടെ വന്ന് കണ്ടാലാണ് ഇതിൻ്റെ എത്രത്തോളം ഒരു സംഭവം ഉണ്ടെന്നുള്ള മനസ്സിലാവുള്ളൂ. എഞ്ചിൻ റീബിൽഡിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഗാരേജാണ്. അപ്പോൾ അതിനുള്ള മെഷീനറിയും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന വണ്ടികൾ എന്തൊക്കെ വണ്ടികൾ മെയിൻലി? നമ്മൾ നിലവിൽ എല്ലാ വണ്ടികളും 4 വീലും തൊട്ട് വലിയ ഹെവി എല്ലാ വണ്ടികളും ജനറേറ്ററോടെ എല്ലാ സാധനങ്ങളും നമ്മൾ റീബിൽഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. അപ്പൊ നിങ്ങൾ വേറെ സ്ഥലത്ത് പോയി അഴിച്ചു കൊണ്ടുവന്ന് അങ്ങനെ റീബിൽഡ് ചെയ്യും? നമ്മൾ വേറെ സ്ഥലത്ത് പോയി അഴിക്കണം. വർക്ക്ഷോപ്പുകളിലോ ഷോറൂമുകളിലോ അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരും. നമ്മളാണ് റീബിൽഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ വണ്ടിയായിട്ട് വരുവാണെങ്കിൽ ഏത് വണ്ടിയായാലും, ഓട്ടോറിക്ഷയും ബൈക്കും ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വണ്ടികളും നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ വന്ന സമയത്ത് പുറത്ത് പ്രീമിയം കാർ കിടക്കുന്നുണ്ട്. അപ്പൊ പ്രീമിയം കാർ എല്ലാം ചെയ്യും. BS6 വണ്ടികൾ ചെയ്യും. എല്ലാ BS6 ബൊലേറോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ലോറി BS6 ലോറിയൊക്കെ ആണെങ്കിൽ എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2024 ഐഷർ എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലേ? കാരണം BS6 വണ്ടികൾ ചിലര് പണിത് പല വർഷങ്ങളിൽ പണിത്
പെട്ടുപോയ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ എഞ്ചിൻ റീബിൽഡ് ചെയ്യണം എവിടെയാണെന്നുള്ളതിന് ഒരു ഡൗട്ട് വേണ്ട, നേരെ നിങ്ങൾക്ക് ഗ്രാൻഡിൽ മൂവാറ്റുപുഴ ഗ്രാൻഡിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം, ധൈര്യമായിട്ട് വരാം, ഒന്നും പേടിക്കണ്ട, സമയം കൊടുക്കുക, സാധനം സെറ്റ് ചെയ്ത് തരും, പക്ക വർക്കാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്നെ ഇവിടെയുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സ്റ്റാഫ് റഫീഖ, പുള്ളി റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഓടിക്കാൻ വേണ്ടി ഗോവയ്ക്ക് പോയേക്കാം, അല്ലെങ്കിൽ പുള്ളിനെ വീഡിയോയിൽ ഉൾപ്പെടുത്താറ്. അപ്പോൾ ചേട്ടനാണ് ഇതിനകത്ത് ഒരു പാർട്ട്ണർ. അപ്പോൾ ഇവർ അടിപൊളിയായിട്ട് സംഭവങ്ങൾ സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഞാൻ വണ്ടി കൊണ്ട് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ആശംസ അല്ലേ? അടിപൊളിയായിട്ട് കുഴപ്പമില്ല, പൊക്കോളേ, ഒരു കുഴപ്പമില്ല, പക്ക ഇനി പൊളിക്കുകയാണെങ്കിൽ വീണ്ടും കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു. പൊളിയില്ല. ഓക്കെ.